മലയാള മനോരമയാണ് വി ഡി സതീശനെ തൂക്കിയത്. പൂക്കി സതീശനെ തൂക്കി മനോരമ എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നാം പേജ് ഗംഭീരം തന്നെയാണ്. വളരെ നന്നായി നൽകിയിട്ടുണ്ട് മലയാള മനോരമ. വിഭവ സമുദ്രം എന്നാണ് നൽകിയിരിക്കുന്ന വാർത്ത തന്നെ. വിഭവ സമുദ്രം. ഭാവി കേരളത്തിനായി ന്യൂജൻ രുചിക്കൂട്ടുകളുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ആദ്യ ബജറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഗംഭീരമായി ഒന്നാം പേജ് നൽകിയിട്ടുണ്ട്. മിഷൻ സമുദ്രയും MSME ഗ്രോത്ത് സ്കീമും ഇൻവെസ്റ്റ്മെൻറ്റ് കേരള സെല്ലും മുതൽ പാചകകല ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ മെനുവിലുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നു ഒന്നാം പേജിൽ. തൊട്ടപ്പുറത്ത് തന്നെ ആശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ ജനവിഭാഗങ്ങൾക്ക് പ്രഖ്യാപിച്ച ആശ്വാസങ്ങൾ അതിൻ്റെ ഭാഗമായി കൊടുത്തിട്ടുമുണ്ട്. അതിനുശേഷം താഴെ പദ്ധതികൾ, പ്രഖ്യാപനങ്ങൾ. കേരളത്തെ പോർട്ട് സിറ്റിയാക്കാൻ മിഷൻ സമുദ്ര, സ്വകാര്യ നിക്ഷേപം ആകർഷിക്കാൻ ഇൻവെസ്റ്റ് കേരള, അശരണർക്കായി വൺ കേരള, കരുതൽ മിഷൻ, തൊഴിൽക്ഷമത കൂട്ടാൻ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ എന്നിങ്ങനെ വളരെ ഗംഭീരമായി നൽകിയിട്ടുണ്ട് ഒന്നാം പേജിൽ. ഒന്നല്ല 4 ഒന്നാം പേജുകൾ. ഒന്നാം പേജിൽ പരസ്യമാണ്. രണ്ടാം പേജിലാണ് നേരത്തെ പറഞ്ഞ വാർത്ത വന്നിരിക്കുന്നത്, വിഭവ സമുദ്രം എന്ന പേരിൽ. മൂന്നാം പേജിൽ ആണ് പ്രധാനപ്പെട്ട വാർത്ത ഈ ബജറ്റിനെ കുറിച്ച് നൽകിയിരിക്കുന്നത്. മലയാള മനോരമ വി ഡി സതീശനെ തൂക്കിക്കൊണ്ടുള്ള വാർത്ത. എന്താണ് വാർത്തയുടെ തലക്കെട്ട്? ബജറ്റ് വൻ പദ്ധതികൾക്ക് ഉൾപ്പെടെ വിഹിതം കുറവ്. പദ്ധതിയുണ്ട്, പണം എവിടെ? പദ്ധതിയുണ്ട്, പണം എവിടെ? വലിയ ചോദ്യചിഹ്നവും കൊടുത്തിട്ടുണ്ട് മലയാള മനോരമ. ഈ ബജറ്റ് എന്താണ് എന്ന് വിളിച്ചു പറയുന്ന മൂന്നാം തലക്കെട്ട് എന്ന് പറയാം. ഒന്നാം പേജിലെ ഒന്നാമത്തെ തലക്കെട്ട് നൽകിയിട്ടുണ്ട്. രണ്ടാം പേജിലും ചെറിയ സൂചന നൽകിയിട്ടുണ്ട് മലയാള മനോരമ. അതിങ്ങനെയാണ്: വിഭവങ്ങൾ ഒരുക്കാൻ പണം കണ്ടെത്തുകയാണ് വെല്ലുവിളി. വിഭവങ്ങൾ ഒരുക്കാൻ പണം കണ്ടെത്തുകയാണ് വെല്ലുവിളി എന്ന ഒരു വരി നൽകിയിട്ടുണ്ട് ശ്രദ്ധിക്കാത്ത രൂപത്തിൽ. തൊട്ടപ്പുറത്തെ പേജിലാണ് ഈ ബജറ്റിൽ ഒന്നുമില്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടുള്ള വാർത്ത നൽകിയിരിക്കുന്നത്. വാർത്തയുടെ തലക്കെട്ട് പറഞ്ഞു. അതിനുശേഷം പറയുകയാണ്, ഇക്കൊല്ലം വലിയ പദ്ധതികളുടെ പ്രാരംഭ പ്രവർത്തനം മാത്രം. മുൻ സർക്കാർ വരുത്തിയ ബാധ്യത 87,012 കോടിയെന്ന് ബജറ്റ്. മുൻ സർക്കാരിൻ്റെ ബാധ്യതയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇക്കൊല്ലം വലിയ പദ്ധതികളുടെ പ്രാരംഭ പ്രവർത്തനം മാത്രം, ഒന്നും ചെയ്യില്ല എന്ന് പറയുകയും ചെയ്യുന്നു. തൊട്ടടുത്ത് തന്നെ KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റും വി ഡി സതീശൻ്റെ ബജറ്റും തമ്മിൽ താരതമ്യം ചെയ്യുന്നുണ്ട്. അതും പ്രധാനമാണ്. അത് വായിച്ചാൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം: വി ഡി സതീശൻ്റെ ബജറ്റ് KN ബാലഗോപാലിൻ്റെ ബജറ്റിനേക്കാളും എത്രയോ ചെറുതാണ് എന്ന് പറയുന്നു മനോരമ. അത്ര വാക്ക് ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നികുതി വരവ് LDF സർക്കാരിൻ്റെ കാലത്ത് 94,002 കോടിയിലാണ്. UDF സർക്കാരിൻ്റെ കാലത്ത് 99,002 കോടി. നികുതി ഇതരം 20,356 കോടി. UDF 21,356 കോടി. 1 കോടി രൂപയുടെ വർധനവ് മാത്രം. കേന്ദ്ര വിഹിതം 68,614 കോടി KN ബാലഗോപാലിൻ്റെ ബജറ്റിൽ. വി ഡി സതീശൻ ബജറ്റിൽ അത് 49,288 കുറയുന്നു. വായ്പാ തിരിച്ചടവ് 2 ബജറ്റുകളും തമ്മിൽ തുല്യം തന്നെയാണ്, 1,449 കോടി. കടമെടുക്കുന്നത് LDF സർക്കാർ KN ബാലഗോപാലിൻ്റെ ബജറ്റിൽ കടമെടുക്കാൻ തീരുമാനിച്ചത് 55,419 കോടിയാണ്. എന്നാൽ UDF സർക്കാർ, വി ഡി സതീശൻ സർക്കാർ കടമെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് 56,405 കോടി. കൂടുതലാണ്. 55,000 കോടിയിൽ നിന്ന് 56,000 കോടിയിലേക്ക് എത്തുന്നു എന്നർത്ഥം. മറ്റുള്ളവ തുല്യമാണ് രണ്ടുപേരും തമ്മിൽ, LDFും UDFും തമ്മിൽ, KN ബാലഗോപാലിൻ്റെ ബജറ്റും വി ഡി സതീശൻ ബജറ്റും തമ്മിൽ. അങ്ങനെ ആകെ 2,39,907 കോടി രൂപയുടെ വരവാണ് KN ബാലഗോപാലിൻ്റെ ബജറ്റിൽ പറയുന്നത്. 2,39,907 കോടി രൂപയുടെ വരവ്. എന്നാൽ വി ഡി സതീശൻ്റെ ബജറ്റിൽ അത് 2,27,567 കോടിയായി കുറയുന്നു. 2,27,567 കോടിയായി കുറയുന്നു. ചെലവ് കണക്കാക്കിയിട്ടുണ്ട് മലയാള മനോരമ, താരതമ്യം ചെയ്യുന്നുണ്ട്. LDF സർക്കാരിൻ്റെ KN ബാലഗോപാലിൻ്റെ ബജറ്റിൽ ഭരണച്ചെലവ് 2,06,724 കോടിയാകുമ്പോൾ UDF സർക്കാരിൻ്റെ ഭരണച്ചെലവ് 1,80,254 കോടിയായി കുറയുന്നു. ഏകദേശം 5,000 കോടി രൂപയുടെ വ്യത്യാസം. വികസന ചെലവ് അതാണ് ഏറ്റവും പ്രധാനം. 33,183 കോടിയാണ് KN ബാലഗോപാൽ സർക്കാരിൻ്റെ വികസന ചെലവ്. അത്
UDF സർക്കാരിൻ്റെ വി ഡി സതീശൻ്റെ ബജറ്റിൽ 29,312 കോടിയായി ചുരുങ്ങുന്നു. ആകെ ചെലവ് എന്നത് KN ബാലഗോപാലിൻ്റെ ബജറ്റിൽ 2,39,907 ആകുമ്പോൾ UDF സർക്കാരിൻ്റെ വി ഡി സതീശൻ്റെ ബജറ്റിൽ അത് 2,27,567 ചുരുങ്ങുന്നു. എന്ന് വെച്ചാൽ KN ബാലഗോപാലിൻ്റെ ബജറ്റിനേക്കാളും വലിപ്പം കുറഞ്ഞ ചെറിയ ബജറ്റാണ് അവതരിപ്പിച്ചത് വി ഡി സതീശൻ. ഇനി എന്താണ് മലയാള മനോരമയുടെ ആദ്യ പാരഗ്രാഫ് നോക്കാം. കഴിഞ്ഞ ബജറ്റിൽ പ്രതീക്ഷിച്ചിരുന്ന വരുമാനത്തിൽ നിന്ന് നികുതി വിഹിത റവന്യൂ കമ്മി ഗ്രാന്റ് ഇനങ്ങൾ കുറയുന്നതിനാൽ സർക്കാരിന് വരുമാന നഷ്ടം 20,500 കോടി രൂപയാണ്. ഈ പ്രതിസന്ധി മറികടക്കുന്നതിനായി വികസന പദ്ധതികൾക്കുള്ള വകയിരുത്തൽ 35,750 കോടി രൂപയിൽ നിന്ന് 30,370 കോടിയായി കുറച്ചു. പണമില്ലാത്തത് കൊണ്ട് കുറച്ചു. ഇത് തന്നെയാണ് പറയുന്നത്. എവിടെ പണം എന്ന ചോദ്യമാണ് ഈ സർക്കാർ ചോദിക്കുന്നത്. എന്താണ് വി ഡി സതീശൻ നേരത്തെ പറഞ്ഞത്? വലിയ പദ്ധതികളുടെ മനസ്സിൽ, പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവ് ഞങ്ങൾ നിറയ്ക്കും, അതിന് വളരെ വൈവിധ്യമാർന്ന വിസ്മയകരമായ പദ്ധതികൾ എൻ്റെ മുന്നിലുണ്ട് എന്ന് പറഞ്ഞ വി ഡി സതീശൻ പക്ഷേ ഇവിടെ പരാജയപ്പെട്ടു പോകുന്നു. മലയാള മനോരമയ്ക്ക് തന്നെ പറയേണ്ടി വരുന്നു, ഈ ബജറ്റിൽ ഒന്നുമില്ല, കുറേ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നല്ലാതെ എങ്ങനെ പദ്ധതികൾ നടപ്പാക്കും, അതിന് പണം എവിടെ? ഈ ചോദ്യം മലയാള മനോരമ തന്നെ ചോദിക്കുന്നു വി ഡി സതീശനോട്, UDF സർക്കാരിനോട്. മലയാള മനോരമ തന്നെ ചോദിക്കുന്നു എന്ന് പറയാൻ കാരണം മലയാള മനോരമയ്ക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല UDF സർക്കാരിൻ്റെ ബജറ്റ് എന്നർത്ഥം. എങ്ങനെ UDF സർക്കാരിൻ്റെ ബജറ്റിനെ പൊലിപ്പിക്കാം എന്നതിന് ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. 2-ാം പേജിലും 4-ാം പേജിലും അതിനുശേഷം സെൻട്രൽ പേജിലും വലിയ വാർത്തകൾ, വലിയ തലക്കെട്ടുകൾ, ഈ പദ്ധതികൾ, ആ പദ്ധതികളുടെ മേന്മകൾ വിവരിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ 3-ാം പേജിലെ ഒരൊറ്റ വാർത്ത കൊണ്ട് ഇതെല്ലാം അസാധുവാക്കുന്നു മലയാള മനോരമ തന്നെ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് പറഞ്ഞത് വി ഡി സതീശൻ്റെ ബജറ്റിനെ തൂക്കിയത് ദേശാഭിമാനിയോ ജനയുഗമോ അതല്ലെങ്കിൽ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഏതെങ്കിലും മാധ്യമങ്ങളോ അല്ല, തൂക്കിയത് UDFൻ്റെ പത്രമായ മലയാള മനോരമ തന്നെയാണ് എന്ന്.